ഓക്കെ, കെവിൻ പീറ്റർ, ഡോക്ടർ ജയരാജിൻ്റെ ചില പരാമർശങ്ങൾ, അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം ആരിഫ് ഹുസൈൻ കൊടുത്തിട്ടുണ്ട്. താങ്കളും ചില സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ അദ്ദേഹത്തെ അറിയിക്കാം. അതിനുശേഷം ഡോക്ടർ ജയരാജിലേക്ക് പോകാമെന്ന് കരുതുന്നു ഞാൻ. ജയരാജ് സാറ് പറഞ്ഞത് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. അത് ആരിഫ് ഹുസൈൻ പറഞ്ഞതാണ് എന്റെ കൃത്യമായത്. ജയരാജ് സാർ പറഞ്ഞതൊന്നും അല്ല അതിന്റെ അർത്ഥം. അത് വിശുദ്ധ യുദ്ധം എന്നുള്ള ധനം കൊണ്ടും ദേഹം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു മാർഗവും ഉപയോഗിക്കാം. വാൾ ഉപയോഗിക്കാം, പ്രണയം ഉപയോഗിക്കാം, മയക്കുമരുന്ന് ഉപയോഗിക്കാം, നിയമം ഉപയോഗിക്കാം, മറ്റെന്തും ഉപയോഗിക്കാം. അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെയൊന്നും അല്ല ജിഹാദിന്റെ അർത്ഥം. പിന്നെ ഈ ഇതിനേക്ക് പ്രണയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. താങ്കള് ഭയങ്കരമായിട്ട് പെന്തക്കോസ്തുകാരുടെ കാര്യവും ഹിന്ദു യുവാക്കളും ക്രിസ്ത്യൻ യുവാക്കളും ഒക്കെ മുസ്ലിം പെൺകുട്ടികളെ കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു. ശരിയാണ് സാറേ, അങ്ങനെയൊക്കെ ഉണ്ട്. അനശ്വരമായ ആത്മാർത്ഥ പ്രണയങ്ങൾ ഇവിടെ ഉണ്ട്. മുസ്ലിം യുവാക്കളുടെ കാര്യത്തിലുണ്ട്. ഇപ്പൊ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ അത്തരക്കാരൊക്കെ ഉള്ള സംശയത്തിന്റെ കെണിയിൽ എത്തിച്ചത് ഈ ഒരു സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളാണ്. നിങ്ങൾ എന്ത് പറയുമ്പോഴും അത് മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് വരുത്തി തീർക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ പി.സി. ജോർജ് പറയുന്നതും ഞങ്ങൾ എല്ലാവരും പറയുന്നതും മുസ്ലിം സമുദായത്തെ മൊത്തത്തിലല്ല, ആ സമുദായത്തിൽ തന്നെ പുഴുക്കുത്തുകളായിട്ടുള്ള ഒരു വിഭാഗം വരുന്ന തീവ്ര ചിന്താഗതിക്കാരായ മതമൗലികവാദ ഭീകരവാദ രാജ്യദ്രോഹികൾക്ക് എതിരെയാണ്. അത് നിങ്ങൾ ആദ്യം മറക്കുക. അതുപോലെ തന്നെ സാറ് ആദ്യം പോയിട്ട് EMSന്റെ കൊച്ചുമോളുടെ അവസ്ഥ എന്താണെന്ന് ജയരാജ് സാർ ഒന്ന് തിരക്കണം. ഹിന്ദു യുവാക്കൾ മുസ്ലിം പെൺകുട്ടികളെ കെട്ടാറുണ്ട്, ക്രിസ്ത്യൻ യുവാക്കൾ മുസ്ലിം പെൺകുട്ടികളെ കെട്ടാറുണ്ട്. അവരുടെ മാതാപിതാക്കൾ തിരക്കി ചെന്നാൽ അവരുടെ വീടുകളിൽ ഉണ്ടാവും. ഇനി വീട്ടിൽ കയറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും വാടക വീട്ടിലാണ് താമസിച്ചെങ്കിൽ അവർ കാണിച്ചു തന്നാൽ ആ വാടക വീട്ടിലുണ്ടാവും. വാട്സപ്പിലൂടെ 3 പ്രാവശ്യം നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഇവരാരും മെസ്സേജ് അയക്കാറില്ല സാറേ. സ്വാഭാവികമായിട്ട് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അല്ലറ ഇല്ലറ കുടുംബ പ്രശ്നങ്ങൾ അല്ലാതെ അവരുടെ ഒന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. മിക്കവാറും 2 കൂട്ടരും 2 മതങ്ങളെയും ഉൾക്കൊള്ളുന്നവരായിരിക്കും. സ്വാഭാവിക പ്രശ്നങ്ങളില്ലാതെ അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. ഇത് അതുപോലെ അല്ല സാറേ. സാറൊന്ന് മൊത്തത്തിൽ നോക്കണം. സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാവിലെ ഞാൻ ഒരു സ്ത്രീയുമായിട്ട് ഒരു ചാനലിൽ ഒരു തർക്കമുണ്ടായി. അപ്പൊ അവള് ഒരാളെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവളുടെ ഒന്നും മുന്നിലേ ഇവരുടെ ഒന്നും മുന്നിലേ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ അടികൂടുന്ന പോലെ ഒച്ചയും മുള ഉണ്ടാക്കുന്ന സ്ത്രീയുടെ ഇതിൽ വീണുകൊണ്ട് അവർക്കൊന്ന് തെളിവായിട്ട് ഒരാളുടെയും ഡീറ്റെയിൽ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാനത് നിശബ്ദത പാലിച്ചത്. മാധ്യമങ്ങൾക്ക് ഡീറ്റെയിൽ കൊടുക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങളല്ല ഇവിടുത്തെ ജഡ്ജിമാർ. ഇവിടുത്തെ നിയമം, നമ്മൾ നികുതി കൊടുക്കുന്നത് മാധ്യമങ്ങൾക്കല്ല, ഗവൺമെന്റിനാണ്. അപ്പോൾ ഒരു നികുതി കൊടുക്കുന്ന പൗരന്റെ മക്കളെ കുറിച്ച് പ്രശ്നം ഉണ്ടാകുമെന്ന് 2 സമുദായങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകേണ്ടത് ഗവൺമെന്റ് ആണ്, അല്ലാതെ മാധ്യമങ്ങളല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായത്. ഇപ്പൊ എനിക്ക് ജയരാജ് സാറിനോട് പറയേണ്ട കാര്യം, എനിക്ക് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലായിരുന്നു. എനിക്ക് എന്റെ കുടുംബം, എന്റെ ജോലി, എന്റെ ഹോബികളുമായിട്ട് നടന്ന ഒരു സാധാരണക്കാരനായിരുന്നു ഞാൻ. പാവമായിരുന്നു. ഞാൻ ഇന്ന് ഇങ്ങനെയായി മാറിയത് എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു മകൾ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഈ പി.സി. ജോർജ് പറയുന്നതും സംഘപരിവാർ പറയുന്നതും ആരിഫ് ഹുസൈൻ പറയുന്നതും കാസ പറയുന്നതും മറ്റെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നതുമായ ലവ് ജിഹാദിൽ ഉണ്ടാകുന്ന ഓരോരോ സംഭവങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. മനസ്സിലായോ? തീവ്രവാദ സംഘടനകളിൽ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എന്താണ് നിലപാടെന്നത്, പോലീസിന്റെ നിസ്സഹായത, അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, കൂട്ടുകാരികളായിട്ടുള്ള പെണ്ണുങ്ങളുടെ ഇതിനകത്തുള്ള പങ്കുകൾ, ഇതെല്ലാം ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞാണ് സാറേ. ജനജീവിയുടെ ചാനലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ വേറെ ഒരുത്തിയുടെ മുമ്പിലും എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്റെ സ്വകാര്യ ദുഃഖം മാത്രമാണ്. അപ്പൊ സാറ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇവിടെ ഉണ്ട് സാറേ, ഉണ്ട്. അല്ലാതെ നിങ്ങൾ ഈ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനായിട്ട് ഇതൊന്നും ഇല്ല എന്ന് പറയരുത് സാറിന്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. 2012 ജൂൺ ലക്കത്തിൽ കലാകൗമുദി വാരിക ഒരു ആഴ്ചപ്പതിപ്പിന്റെ കവർ പേജ് ഒരു കഴുകന്റെ പടത്തോടു കൂടി അവരൊരു സ്പെഷ്യൽ ലക്ക ഇറക്കി. എന്തായിരുന്നു അതിന്റെ ഹെഡിങ് എന്നറിയാവോ? കേരളത്തെ തകർക്കാൻ ലവ് ജിഹാദും മതം മാറ്റം കള്ളപ്പണം. മെയിൻ ഹെഡിങ് അതായിരുന്നു. സബ് ഹെഡിങ് 1 മാസം മതം മാറുന്നത് 180 പെൺകുട്ടികൾ എന്നായിരുന്നു. അതിലവർ വ്യക്തമായ കണക്ക് പറയുന്നുണ്ട്. 3 വർഷം കൊണ്ട് 3902 പേർ മതം മാറി. അത് ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും മതം മാറിയ പെൺകുട്ടികളുടെ കണക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തിനുള്ളിൽ. അതിൽ 3815 പെൺകുട്ടികളും മാറിയിരിക്കുന്ന മുസ്ലിം സമുദായത്തിലേക്കാണ്. 100-നും 150-നും ഇടയ്ക്ക് പെൺകുട്ടികൾ 1 മാസം മതം മാറുന്നുണ്ടെന്ന് കലാകൗമുദി വാരിക ഇറക്കി. അത് ഉത്തരവാദിത്തം ആകില്ല. നിങ്ങൾ ആരെങ്കിലും കേസെടുത്തോ അവർക്കെതിരെ? പി.സി. ജോർജിനെതിരെ കേസ് എടുത്തില്ല സാറേ. എന്താണ് ചെയ്തതെന്ന് ജയരാജ് സാറിന് അറിയാവോ? ആ വാരിക ഇറങ്ങിയ ഉടനെ, അതിലെ അപകടം മനസ്സിലാക്കിയ ഉടനെ
ഓരോ ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള ദേശാഭിമാനിയുടെ ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് ഒരാള് 3, 4, 5 ഒക്കെ വെച്ച് അത് നാട്ടുകാർക്ക് വായിക്കാൻ കിട്ടാത്ത രീതിയിൽ അത് മേടിച്ചു കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഇതിന് ആസൂത്രണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഉണ്ടായിരുന്ന അത് 1, 2, 3 ലക്കമായിട്ട് ഇറങ്ങി. 3 ലക്കമാണ് അത് ഇറങ്ങിയത്. ഈ 3 ലക്കങ്ങളും സാധാരണക്കാരന് കിട്ടാത്ത രീതിയിൽ വാങ്ങി ഈ മതമൗലികവാദികൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇതിനകത്ത് ഏകീകരണം ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് സംഭവിച്ചത്? അവർ പറയുന്ന സത്യമാണ്, അവര് പറയുന്ന സത്യമായതുകൊണ്ടല്ലേ നിങ്ങൾ ഭയപ്പെട്ടത്. അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യത്തെ കണ്ണടക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EM ഹുസൈന്റെ കൊച്ചുമോൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്ന് തിരക്കണം സാറേ. സാറിന്റെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴേ സാറ് മാറി ചിന്തിക്കൂ. ഇതുപോലെ പല സഖാക്കളും പ്രമുഖരായ സഖാക്കൾ അല്ലാത്തതുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരാത്തത്. പല സഖാക്കളുടെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സാറേ. മക്കൾ പോയപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പറഞ്ഞ പല കുട്ടി സഖാക്കളെയും ഒക്കെ ഉൾപ്പെടെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കുനിയാൻ സാറേ മുട്ടിലെഴയരുത്. അതാണ് താങ്കളോട് എനിക്ക് പറയാനുള്ളത്.